ഇവിടെ നമ്മുടെ പ്രാവുകളാണ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. നമ്മുടെ കണ്ണാടി ചെടികളൊക്കെ നല്ലതുപോലെ വളർന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇത് നമ്മുടെ വിയറ്റ്നാം മേർലി പ്ലാവ് നമ്മൾ നട്ടത് വളരെ പെട്ടെന്നാണ് നമുക്ക് ചക്ക പിടിച്ചത്. മഴയാണെന്നുണ്ടെങ്കിലും നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ പിടിച്ചൊക്കെ വരുന്നുണ്ട്. ഇത്രയും പച്ചക്കറികളാണ് എനിക്ക് കിട്ടിയത്. കണ്ടോ എന്തോരം പച്ചക്കറികളാണെന്ന് നോക്കി. ഹലോ നമസ്കാരം, ഞാൻ മിനി. എല്ലാവർക്കും മിനീസ് ലൈഫ് സ്റ്റൈലിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ എൻ്റെ വീഡിയോ എന്ന് പറഞ്ഞാൽ എൻ്റെ ലൈഫിലെ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട 2-3 കാര്യങ്ങളാണ്. കുറച്ച് ചെടികൾ നടുക, കുറച്ച് പച്ചക്കറികൾ നടുക, പിന്നെ കുറച്ച് പക്ഷി മൃഗാദികളെയൊക്കെ ഇങ്ങനെ നമ്മുടെ വീട്ടിലൊക്കെ വളർത്തുക. അതെനിക്ക് ഒരുപാട് ഇഷ്ടമുള്ളൊരു കാര്യമാണ്. ഞാൻ കൊച്ചു പ്രായത്തിലേ എനിക്ക് വളരെ ഇഷ്ടത്തോടു കൂടി ചെയ്യുന്ന കാര്യങ്ങളാണ് ഇതൊക്കെ. പക്ഷേ നമ്മൾ ഇഷ്ടത്തോടെ ചെയ്യും, പക്ഷേ നമ്മൾ വേണ്ടുന്ന കെയർ കൊടുക്കാതെ ഇരുന്നാൽ നമ്മൾ പ്രതീക്ഷിക്കുന്ന അത്ര പ്രയോജനം നമുക്ക് അവരിൽ നിന്ന് കിട്ടിയെന്ന് വരില്ല. നമ്മൾ എത്രമാത്രം അവരെ സ്നേഹിക്കുന്നു അതിൻ്റെ 10 മടങ്ങായിട്ട് അവർ നമ്മളെ തിരിച്ച് സ്നേഹിക്കും. അപ്പോൾ അതെന്തൊക്കെയാണെന്ന് നമുക്ക് നോക്കാം. വീഡിയോയിലോട്ട് പോകാം. ആദ്യമായിട്ട് നമ്മുടെ ബ്രൂണോയും ബ്രൗണിയും അവരുടെ സ്നേഹം എന്ന് പറഞ്ഞാൽ സത്യം പറഞ്ഞാൽ കാണാനുള്ളതാണ് കേട്ടോ. അപ്പം നമ്മുടെ മെറിനും എബിനും ഒക്കെ ഇവിടുന്ന് പോയെങ്കിലും അവർ തിരിച്ച് നമ്മുടെ വീട്ടിലോട്ട് ഇടയ്ക്കിടയ്ക്ക് വരുമ്പോൾ അവരുടെ ഒരു സ്നേഹ പ്രകടനങ്ങളാണ് ഈ കാണാൻ പോകുന്നത്. ഇത് കഴിഞ്ഞിട്ട് അവർ പോകുമ്പോഴോ അവർക്ക് ഭയങ്കര ഒരു പ്രയാസമാണ്. പിന്നെ അവർ ഷേക്ക് ഹാൻഡ് ഒന്നും കൊടുക്കത്തില്ല. പിന്നെ കുറേ മൗനത്തിലായിരിക്കും അവരുടെ ഓരോ പരിപാടികളും. അപ്പം ഇങ്ങനെയാണ് നമ്മുടെ ബ്രൂണോയും ബ്രൗണിയും. ഓക്കെ ബൈ. അടുത്തെന്ന് വെച്ചാൽ നമ്മുടെ അമ്മണിക്കുട്ടിയാണ്. അമ്മണിക്കുട്ടി കുറേ കാലമായിട്ട് ഞാൻ വിചാരിക്കുന്നു കൊടുക്കണം. ശാരീരികമായിട്ടുള്ള ബുദ്ധിമുട്ടുകളൊക്കെ കൂടി വരുമ്പോഴും അതേപോലെ തന്നെ നമുക്ക് എവിടെയെങ്കിലും പോകാനുള്ള ഒരു അവസരങ്ങളിലൊക്കെ നമുക്ക് അവരെ തനിച്ചിവിടെ ആക്കിയിട്ട് പോകാനൊക്കെ ബുദ്ധിമുട്ടുണ്ടാകുമല്ലോ. അപ്പം ചിലപ്പോഴൊക്കെ വിചാരിക്കാറുണ്ട് കൊടുക്കണമെന്ന്. പക്ഷേ അമ്മയുടെ കുഞ്ഞുങ്ങളെയൊക്കെ കൊടുത്തു. അപ്പോൾ അവൾ വീണ്ടും 4-5 മാസത്തോളം ചെനയാണ്. എന്നാലും അവളുടെ ഒരു സ്നേഹം കണ്ടാൽ ഭയങ്കരമാണ് കേട്ടോ. അമ്മണി മോളെ, അമ്മണിക്കുട്ടി ഇതാണ്ട് ഇതിനകത്ത് കൂട്ടിനകത്ത് കിടക്കുകയാണ്. മാസമൊക്കെ തികഞ്ഞിങ്ങനെ നിൽക്കുക കേട്ടോ. മണി നിറഞ്ഞ് നിൽക്കുകയല്ലേ, പിന്നെ എന്തുവാ? കയ്യിലൊന്നുമില്ല മോളെ, ഒന്നുമില്ല. ആർക്കാ വേണ്ട കൈ നോക്കി കാണിച്ചേ? ആർക്ക് വേണം? അപ്പം നമ്മുടെ മുയൽക്കുട്ടന്മാർ അപ്പം കുറേ പേര് ഇങ്ങനെ കമൻറ്റിലൂടെ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ബ്രൗണിയും ബ്രൂണോയും അതുപോലെ മുയൽക്കുട്ടന്മാരെ അമ്മണിയും ഒന്നും കാണുന്നില്ലല്ലോ എന്നൊക്കെ ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ പറയാറുണ്ട്. അപ്പോൾ അവരെയും കൂടെ ഒന്ന് കാണിക്കണമല്ലോ. അപ്പോൾ നമ്മുടെ ഹണിയും ബണിയൊക്കെ ഒന്ന് വിളിക്കുമ്പോഴുണ്ടല്ലോ അവരെല്ലാവരും ഇങ്ങനെ ഓടിച്ചാടി വരുന്നത് കാണുമ്പോൾ തന്നെ ഒരു പ്രത്യേക സന്തോഷം. ഇടയ്ക്കിടയ്ക്ക് അവരെ നമ്മൾ പുറത്തോട്ടൊക്കെ വിടാറുണ്ട്. അപ്പോൾ അവരും വയസ്സും പ്രായമൊക്കെ ആയി വരികയാണ് അവർക്കും. എന്നാലും
നല്ല സ്നേഹമാണ് അവർക്ക്. വാ ഹണി, ഹണി ബണി, ഹണി വാ, അടുത്താക്ക് വേണോ? വന്നേ, വാ വാ വാ, ഹണി ബണി. ആർക്ക് വേണം? പോയോ? ഒരാൾ വന്ന് മേടിച്ചിട്ട് പോയി. അതിന്റെ പുറകെ ഇന്നടാ വേണ്ട. ഇവിടെ നമ്മുടെ പ്രാവുകളാണ് കുറേ ഉണ്ടായിരുന്നു കേട്ടോ. ഒരാൾ വന്നപ്പോഴും നമ്മൾ 8 എണ്ണത്തിനെ അങ്ങ് കൊടുത്തു. എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ട് ഈ കൂട്ടിനകത്ത്. അപ്പം നമ്മുടെ ബ്രൗണും വൈറ്റും ഒക്കെ ഇതിനകത്ത് നിൽപ്പുണ്ട്. മറ്റേ ചോക്ലേറ്റ്, ഏതാണ്, ചോക്ലേറ്റ് ബിസ്ക്കറ്റും ഒക്കെ നിൽപ്പുണ്ട് കേട്ടോ. കുറേ എണ്ണത്തിന് എല്ലാവരും കൂടെ ആകുമ്പോഴത്തേക്ക് ഭയങ്കര ബുദ്ധിമുട്ടാണ്. അപ്പം ആവശ്യത്തിന് മാത്രം നിർത്തിക്കൊണ്ട് ബാക്കിയുള്ളതിനെ അങ്ങ് കൊടുത്തു. അപ്പം നമ്മുടെ ലവ് ബേർഡ്സ് 2 കുഞ്ഞമ്മണികൾ മാത്രമേ ഉള്ളൂ. ബാക്കി തുറക്കുമ്പോൾ ഓരോന്നോരോന്നൊക്കെ പറഞ്ഞു പോകും. അപ്പം 2 പേർക്കും കുഴപ്പമില്ലാതെ അടിയും വഴക്കമൊന്നും ഇല്ലാതെ അവർ 2 എണ്ണത്തിൽപ്പെട്ടാണെന്നുണ്ടെങ്കിലും വഴക്കമൊന്നുമില്ല. അവർക്ക് സ്നേഹത്തോടെ കഴിഞ്ഞുകൂടി പോകുന്നുണ്ട്. അടുത്ത നമ്മുടെ കോഴികളാണ് കേട്ടോ. കോഴികളെയൊക്കെ നമ്മൾ സ്നേഹത്തോടെ വളർത്തിയാൽ അവർക്ക് വേണ്ടതായ ആഹാരവും വെള്ളവും സമയങ്ങളിൽ വൃത്തിയോടുകൂടി കൊടുക്കാമെന്നുണ്ടെങ്കിൽ നമുക്ക് ആവശ്യമുള്ളതായ മുട്ടയും നമുക്ക് അവർ തരുന്നുണ്ട് ഇഷ്ടം പോലെ. എനിക്കാണ് കോഴിയെ വളർത്തിയതിന് ശേഷം പിന്നെ മുട്ടയൊന്നും വാങ്ങിക്കേണ്ടി വരുന്നതേ ഇല്ല. ഇഷ്ടം പോലെ മുട്ടയാണ്. എൻ്റെ ആവശ്യം കഴിഞ്ഞിട്ട് ഞാൻ എന്ത് ചെയ്യുക, ആർക്കെങ്കിലും ആവശ്യക്കാർക്ക് കൊടുക്കുകയും ചെയ്യാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ആവശ്യത്തിന് കോഴികളെയും കൂടെ വളർത്താമെന്നുണ്ടെങ്കിൽ ഒരു 5 കോഴിയെ വളർത്തിയാൽ മതി കേട്ടോ. ഇതേപോലെ നമുക്ക് ഡെയിലി വീണതായ മുട്ടയും നമുക്ക് അവർ തരും. എന്ത് സന്തോഷമല്ലേ. ഇത്രയും പച്ചക്കറികളും അതേപോലെ തന്നെ മുട്ടയും എല്ലാം നമ്മുടെ വീട്ടിൽ തന്നെ കിട്ടുമെന്നുണ്ടെങ്കിൽ എന്ത് സന്തോഷമല്ലേ. അപ്പോൾ തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെയൊക്കെ ഒന്ന് ട്രൈ ചെയ്യാനായിട്ട് ശ്രമിക്കുക. പിന്നെ നമ്മുടെ ചെടികളാണ് അല്ലേ. ചെടികളെ നമ്മൾ എത്രത്തോളം സ്നേഹിക്കുന്നുവോ അവർ അതേപോലെ നമ്മളെ സന്തോഷമുള്ളവരാക്കി മാറ്റും. നമ്മുടെ മുറ്റത്തോട്ടൊക്കെ ഇറങ്ങുമ്പോൾ നല്ല പോസിറ്റീവ് എനർജിയാണ്. കുറച്ച് ചെടികളൊക്കെ നമ്മുടെ മുറ്റത്തൊക്കെ ഇങ്ങനെ നട്ടാൽ, ഞാൻ കുറച്ച് കണ്ണാടി ചെടികളൊക്കെ ഇവിടെ നട്ടിട്ടുണ്ടായിരുന്നു. അവരുടെ ഇലകളൊക്കെ തന്നെ കാണുമ്പോൾ ഒരു പ്രത്യേക സന്തോഷമാണ്. എല്ലാം നല്ലതുപോലെ ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് എന്താ വേണം, അവർക്ക് അതിൻ്റെ മണ്ടയിലൊക്കെ ഇങ്ങനെ പൂക്കൾ വരുവാന്നുണ്ടെങ്കിൽ നമ്മളതൊന്ന് നുള്ളി കൊടുത്തിട്ട് വിടുകയെന്നുണ്ടെങ്കിൽ കുറേ കൊമ്പുകൾ വീണ്ടും വീണ്ടും വന്നിട്ട് ഒരുപാട് ശിഖരങ്ങൾ ഇങ്ങനെ വന്നിട്ട് ബുഷിയായിട്ട് വളർന്നു വന്നോളും. നല്ല ഭംഗിയാണ് കേട്ടോ. ഇടയ്ക്ക് ഇച്ചിരി ചാണകപ്പൊടി എന്തെങ്കിലും ഒന്ന് ഇട്ട് കൊടുത്താൽ മതി, അവർ നല്ല രീതിയിൽ ഇങ്ങനെ വളർന്നു വന്നോളും. പിന്നെ അതേപോലെ തന്നെ പലതരത്തിലുള്ളതായ ഇലച്ചെടികളും നമ്മളിങ്ങനെ നട്ടുപിടിപ്പിക്കുകയെന്നുണ്ടെങ്കിൽ നമ്മുടെ മുറ്റത്ത് നല്ല ഭംഗിയാണ് കാണാനായിട്ട്. ഞാൻ കുറേ ചെടികൾ അങ്ങനെ ഇവിടെ നട്ടിട്ടുണ്ട്. എല്ലാം നല്ല ആവശ്യത്തിന് വെള്ളവും വളവും ഒക്കെ കൊടുക്കുന്നുണ്ട്. നല്ല രീതിയിൽ അവർ വളർന്നു വരുന്നുണ്ട്. നമ്മുടെ കണ്ണാടി ചെടികളൊക്കെ നല്ലതുപോലെ വളർന്ന് ഇങ്ങനെ വരുന്നുണ്ട്. ഇപ്പം ഞാൻ ഇതുപോലെ പറഞ്ഞല്ലോ, പൂക്കളൊക്കെ വരുമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മണ്ട അങ്ങ് നുള്ളി കൊടുക്കാമെന്നുണ്ടെങ്കിലുണ്ടല്ലോ വേറെ കൊമ്പുകളൊക്കെ ഇഷ്ടംപോലെ വന്നോളും. ഇതേ കണ്ടേ, നല്ല ഇടിവെട്ട് കളറാണ്. എന്ത് രസമാണെന്ന് നോക്കിക്കേ, നല്ല അടിപൊളിയായിട്ടുണ്ട്. ഇവിടെ എല്ലാം ഇങ്ങനെ നമ്മുടെ കണ്ണാടി ചെടിയാണ് ലൈനായിട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ഒരു 29 കളറോളം ഉണ്ട് കണ്ണാടി ചെടികൾ. പിന്നെ ഈ സൈഡിലെല്ലാം നമ്മൾ അരേലിയം വെച്ചിട്ടുണ്ട്. പിന്നെ ഇലച്ചെടികളാണ് ഇവിടെ പല നിറത്തിലുള്ളതായ ഇലച്ചെടികൾ വെച്ചിട്ടുണ്ട്. ഇലച്ചെടികൾ ഒരു പ്രത്യേക ഭംഗിയായിട്ടോ. പൂക്കളുള്ള ചെടികൾ അതൊരു പ്രത്യേക ഭംഗി, ഇലച്ചെടികൾ അതിന് വേറൊരു ഭംഗി. ഇതൊക്കെ എന്ത് രസമാണെന്ന് നോക്കിയാൽ, എന്ത് രസമാണ് അതിൻ്റെ ഇലകൾ കാണാൻ. ഇത് നമ്മുടെ എലഫൻ്റ് ഇയറാണ്. പോയി കിടന്നതായിരുന്നു, പിന്നെയും അവർ നാമ്പിട്ട് വന്ന് ഇപ്പം നല്ലതുപോലെ വളമൊക്കെ കൊടുത്തപ്പം നല്ല ആരോഗ്യത്തോടെ വളർന്നു വരുന്നുണ്ട്. ഇതൊക്കെ ഓരോ ബിഗോണികളാണ്. ഇതൊക്കെ കണ്ടില്ലേ, ചട്ടി നിറയെയാണ് പിടിച്ച് നിൽക്കുന്നത്. അങ്ങനെ നമ്മൾ നേരത്തെ കാണിക്കുന്ന ചെടികളെല്ലാം അവിടെ നിൽപ്പുണ്ട്. എല്ലാം നല്ല ഉഷാറായിട്ടാണ് നിൽക്കുന്നത്. കുറേ ടൈപ്പ് ബിഗോണിയ ഞാൻ നട്ടിട്ടുണ്ട്. ഒരു 10-18 ടൈപ്പ് ബിഗോണിയുണ്ട്. അപ്പോൾ നമ്മുടെ സാറ്റിൻ പോത്തോസൊക്കെ ഞാൻ താഴെയും വെച്ചിട്ടുണ്ട്, ഹാങ് ചെയ്തിട്ടുണ്ട്. ഇഷ്ടംപോലെ പടർന്ന് വരുന്നുണ്ട് അതൊക്കെ. ഇത് നമ്മുടെ ചൈനീസ് ബോൾസ്, അതിനകത്തും പൂക്കളൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. ഇത് 3 ടൈപ്പിലെ റിയോ പ്ലാന്റ്സ്. നമ്മുടെ വെർട്ടിക്കൽ സ്റ്റാൻഡിലും കുറേ നിൽപ്പുണ്ട്. അടുത്ത പച്ചക്കറികളുടെ കാര്യം നിങ്ങൾക്കറിയാമല്ലോ. ഞാനിവിടെ ഏക്കർ കണക്കിന് കൃഷിയൊന്നും ചെയ്യുന്നില്ല. എങ്കിൽ തന്നെ എൻ്റെ ആവശ്യത്തിന്, എൻ്റെ വീട്ടാവശ്യത്തിനുള്ളതായ പച്ചക്കറി കൃഷികളൊക്കെ ഞാൻ ചെയ്യുന്നുണ്ട്. അത് നിങ്ങളെ അത് ഈസിയായിട്ട് അധികം ചിലവില്ലാത്ത രീതിയിൽ എങ്ങനെ കൃഷി ചെയ്യാന്നുള്ള രീതിയാണ് നമ്മൾ കാണിക്കുന്നത്. നമ്മുടെ വീട്ടിലെ വേസ്റ്റുകൾ കമ്പോസ്റ്റ് ആക്കിക്കൊണ്ട് അത് വളമാക്കി നമുക്ക് എങ്ങനെ കൃഷികൾ ചെയ്യാം എന്നുള്ളതാണ് നമ്മുടെ വീഡിയോസ് മൊത്തവും കാണിക്കുന്നത്. മഴയാണെന്നുണ്ടെങ്കിലും നമ്മുടെ തക്കാളിയൊക്കെ നല്ലതുപോലെ പിടിച്ചൊക്കെ വരുന്നുണ്ട്. അപ്പോൾ അത് നീണ്ടിങ്ങനെ പോയിട്ടുണ്ട്. ഞാനിത് കെട്ടിയൊക്കെ ഇങ്ങനെ നിർത്തിയിരിക്കുകയാണ്. അപ്പോൾ നമ്മളവരെ നോക്കുന്നതനുസരിച്ച് അവർ നമുക്ക്
അവിടെ കായകളൊക്കെ ഇഷ്ടംപോലെ ഇങ്ങനെ വരുന്നുണ്ട്. ദണ്ടിങ്ങോട്ടൊക്കെ നോക്കിക്കോ, ഇവിടെ എല്ലാം പിടിച്ച് വരുന്നുണ്ട്. പൂവും കായകളും ഒക്കെ ആയിട്ട് കണ്ടില്ലേ. 3-4 പറിച്ചു കഴിഞ്ഞു. താഴെയൊക്കെ ദണ്ട പഴുത്ത് വരുന്നുണ്ട്. അപ്പോൾ ഈ പച്ച പരുവത്തിൽ തന്നെ പറിച്ച് തോരനും ഒക്കെ വയ്ക്കാൻ നല്ലത് കേട്ടോ. തക്കാളി വെച്ചിട്ട് സൂപ്പർ തോരനാണ്. ഇത് നമ്മുടെ പീച്ചിൽ കൃഷിയാണ്. അപ്പോൾ ഇത് മൂത്ത് പോയിട്ട് വിത്തിന് വേണ്ടിയിട്ട് നിർത്തിയിരിക്കുന്നതാണ്. നല്ല നീളം പീച്ചിൽ കണ്ടോ, നല്ല അടിപൊളിയായിട്ടാണ് വളർന്ന് ഞാൻ നിൽക്കുന്നത്. കുറേ ഞാൻ പിച്ചി. ഇപ്പം പീച്ചിലിൻ്റെ വിളവെടുക്കുന്നത് എങ്ങനെയാണെന്നും എപ്പോഴാണെന്നും അത് വെച്ചിട്ട് ഒരു തോരൻ വയ്ക്കുന്നതൊക്കെ വീഡിയോ നമ്മൾ ഇട്ടിട്ടുണ്ട്. അപ്പം അത് കാണാത്തവരൊക്കെ ഒന്ന് കണ്ടു നോക്കിയിട്ട് ഇതേപോലെ പീച്ചിൽ കൃഷിയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. എന്നിട്ട് തോരനൊക്കെ വെക്കാനുള്ള ശ്രമിക്കുക. അപ്പോൾ ഇതിൻ്റെ വിത്തുകളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ അവൈലബിൾ ആണ് കേട്ടോ. പിന്നെ തക്കാളിയുടേത് നല്ല നല്ല തക്കാളിയാണ്, പെട്ടെന്ന് തന്നെ കായ പിടിക്കുന്നതായ തക്കാളി വിത്തുകളൊക്കെ നമ്മുടെ വെബ്സൈറ്റിൽ വന്നിട്ടുണ്ട്. ഇപ്പോൾ ശീതകാല പച്ചക്കറികളായ ലെറ്റ്യൂസ് വന്നിട്ടുണ്ട്. അതേപോലെ തന്നെ കോളിഫ്ലവർ, ക്യാബേജ്, ചൈനീസ് ക്യാബേജ്, വയലറ്റ് ക്യാബേജ് ഇതെല്ലാം എത്തിയിട്ടുണ്ട് കേട്ടോ. അല്ലാതെ നമ്മുടെ നോർമൽ പച്ചക്കറികളുടെ വിത്തുകളെല്ലാം എത്തിയിട്ടുണ്ട്. അപ്പോൾ ആവശ്യക്കാരൊക്കെ പെട്ടെന്ന് വാങ്ങിക്കേണ്ട ശ്രമിക്കുക. സ്റ്റോക്കൊക്കെ വളരെ പരിമിതമാണ്. അപ്പോൾ എല്ലാവരും കൃഷി ചെയ്യാനായിട്ടൂടെ ശ്രമിക്കുക. ഇത് നമ്മുടെ വിയറ്റ്നാം മേർലി പ്ലാവ് നമ്മൾ നട്ടത് എന്നാണെന്നറിയാമോ? ജൂൺ മാസത്തിൽ നട്ടതാണ്. നട്ട രീതിയൊക്കെ നമ്മൾ കാണിച്ചിട്ടുണ്ടായിരുന്നു. വളരെ പെട്ടെന്നാണ് നമുക്ക് ചക്ക പിടിച്ചത്. അതുകൊണ്ട് ഇതിനകത്ത് ഇപ്പം ചക്ക ഉള്ള ഭാഗത്താണ് ഇങ്ങനെ കറുത്ത് വരാനായിട്ട് തുടങ്ങിയിട്ടുണ്ട്. വിളഞ്ഞു എന്നുള്ളതിൻ്റെ ലക്ഷണമാണ് ഈ കാണുന്നത്. അപ്പോൾ എന്തായാലും നിൽക്കട്ടെ, കുറച്ചുകൂടെ ആയിട്ട് അതിനെ കട്ട് ചെയ്യാം. ഇതൊക്കെയാണ് നമ്മൾ സ്നേഹം കൊടുത്താൽ സ്നേഹം തിരിച്ചു വരും എന്നതിൻ്റെ ഒന്നാമത്തെ ഉദാഹരണമാണിത്. കണ്ടോ, പെട്ടെന്ന് തന്നെ അതിനകത്ത് ചക്ക പിടിച്ചത്. ഇനി ഇതിനകത്ത് കണ്ട് പുതിയ തളിർപ്പുകളൊക്കെ വരുന്നുണ്ട്. ഇനി അടുത്ത ചക്ക പിടിക്കാനുള്ള സമയമായെന്ന് തോന്നുന്നു. ഇത് കണ്ടോ, ഈ കുഞ്ഞ് മുളക് തൈയാണ്. അതിനകത്ത് എന്താണ്ട് കമ്മലിട്ട മാതിരി മുളക് പിടിച്ച് നിൽക്കുന്നുണ്ടോ, എന്ത് രസമായിട്ടോ. ഈ ഗ്രോ ബാഗിനകത്ത് നമ്മൾ തക്കാളിയുടെ തൈയൊക്കെ പാകി വെച്ചിരുന്നായിരുന്നു. തക്കാളിയുടെ തൈയും നമ്മൾ പാകിയിട്ട് പറിച്ച് നട്ടു. അതിനകത്ത് മുളകും പിടിച്ചു തുടങ്ങി. നോക്കി എന്ത് രസമാണ് നിൽക്കുന്ന കാണാനായിട്ട്. ഇതാണ് ഞാൻ പറയുന്നത്, നമ്മൾ അങ്ങോട്ട് സ്നേഹിച്ചാൽ അവരിങ്ങോട്ട് സ്നേഹിക്കും എന്ന് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഗ്രോ ബാഗിനകത്ത് കുറച്ച് വെണ്ട നട്ടിട്ടുണ്ട്. അതിനകത്തെല്ലാം നല്ല ഇഷ്ടംപോലെ കായകളാണ് പിടിച്ചിരിക്കുന്നത്. ഒരു 7-10 മൂട് നട്ടിട്ടുണ്ട്. പറമ്പിലും നട്ടിട്ടുണ്ട്. അപ്പോൾ എല്ലാത്തിനും കായൊക്കെ പിടിച്ച് നിൽപ്പുണ്ട്. എല്ലാം നല്ല വിളവെടുക്കാൻ പരുവായിട്ടാണ് നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ വിളവെടുക്കാൻ ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഇതിൻ്റെ തുമ്പൊന്ന് ഒടിച്ച് നോക്കുമ്പോൾ നമുക്കറിയാം. ഒടിയുവാന്നുണ്ടെങ്കിൽ കണ്ടോ, നമുക്കിത് പറിക്കാൻ പരുവായിട്ട് നിൽക്കുകയാണ്. ഇത് ഒടിയുന്നില്ല എന്നുണ്ടെങ്കിൽ ഇത് മൂത്തുപോയി ഞാൻ പറിക്കാതിരിക്കുന്നതായിരിക്കും ഏറ്റവും നല്ലത്. പറിച്ചു കളഞ്ഞാൽ വെറുതെ നമ്മൾ കളയാനേ പറ്റത്തുള്ളൂ. അതുകൊണ്ട് ഈ ഒടിയുന്നതിന് മാത്രം നമ്മൾ വിളവെടുക്കാനായിട്ട് ശ്രമിക്കുക. നമ്മൾ അധ്വാനിച്ചാലുണ്ടല്ലോ നമുക്ക് ഒന്നിനും ഒരു കുറവും വരത്തില്ല. അപ്പം 2 മൂട് കപ്പ കുറച്ചാണ്. അപ്പോൾ ഇഷ്ടം പോലെ കപ്പയും കിട്ടിയിട്ടുണ്ട്. അടിപൊളി കപ്പ. അപ്പം ഞാൻ ഓരോ മാസത്തെയും കൃഷി രീതികളൊക്കെ കാണിക്കുന്നുണ്ടല്ലോ. അപ്പം നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. അതിനനുസരിച്ച് കൃഷി ചെയ്യുന്നവർ കുറേ പേരുണ്ട്. അപ്പോൾ ഓരോ മാസവും കൃഷി ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് എനിക്ക് ഇതേപോലെ വിളവെടുക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. ഓരോ മുറം പച്ചക്കറി വീതം എനിക്ക് ഒരു 2 ദിവസം കൂടുമ്പം പറമ്പിലോട്ട് ചെല്ലുമ്പോൾ ഇഷ്ടം പോലെയാണ് അവർ തരുന്നത്. അപ്പം മഴയാണ് തണുപ്പാണ് എന്നും പറഞ്ഞ് നമ്മൾ മൂടി പൊതിച്ച് കിടന്ന് ഉറങ്ങിയാൽ നമുക്ക് ഇതേപോലെ വിളവൊന്നും എടുക്കാനായിട്ട് സാധിക്കത്തില്ല. ഇപ്പം രാവിലെ നല്ല മഴയായിരുന്നു. മഴയൊക്കെ തോർന്നു നിന്ന സമയത്ത് ഞാൻ പറമ്പിലോട്ടൊക്കെ ഒന്ന് പോയിട്ടേ നമ്മുടെ കൊച്ചുങ്ങളൊക്കെ വീണ് പോയിട്ടുണ്ടോ, ഒന്ന് മറിഞ്ഞ് വീണ് കിടക്കുകയാണോ, അവർക്ക് എന്തെങ്കിലും പരുക്ക് പറ്റുമെന്നൊക്കെ നോക്കാനായിട്ട് പോയതാണ്. എന്തായാലും ഒരു പാത്രവും ഒരു കത്തിയും കൂടെയൊക്കെ കൈ ഇരിക്കട്ടെ എന്ന് കരുതി ഞാൻ അങ്ങനെ എടുത്തുകൊണ്ട് പോയി. അപ്പം ഇത്രയും പച്ചക്കറികളാണ് എനിക്ക് കിട്ടിയത്. കണ്ടോ, എന്തോരം പച്ചക്കറികളാണെന്ന് നോക്കി. നമ്മുടെ പീച്ചിലിൻ്റെയൊക്കെ നീളം കണ്ടില്ലേ, അടിപൊളി നീളമാണ്. അപ്പോൾ ഇഷ്ടം പോലെ വഴുതനങ്ങ, ആവശ്യത്തിന് പയർ, വാളരി, തക്കാളി, കോവയ്ക്ക എന്ന് വേണ്ട സർവ്വതും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ നമുക്ക് കിട്ടിയിരിക്കുന്ന പച്ചക്കറികളൊക്കെ കണ്ടില്ലേ. ഇപ്പോൾ നല്ല ഡാർക്ക് വയലറ്റ് വഴുതനയുണ്ട്, ഉണ്ട വഴുതനയുണ്ട്, അതുപോലെ ഹരിത വഴുതനയുണ്ട്. നമ്മുടെ പീച്ചിൽ ഇതൊരെണ്ണം മതി കറി വയ്ക്കാനായിട്ട്, നല്ല നീളമുള്ളതാണിത്. പിന്നെ തക്കാളി, വാളരി, കോവയ്ക്ക എന്ന് വേണ്ട വെണ്ടയ്ക്ക, എല്ലാ സാമഗ്രികളും നമുക്ക് കിട്ടിയിട്ടുണ്ട്. പയർ കണ്ടില്ലേ, ഒരു മുറം പച്ചക്കറിയാണ് നമുക്ക് കിട്ടിയത്. നോക്കി അടിപൊളിയായിട്ടുണ്ട്. എന്ത് സന്തോഷം ഇത് കാണാനായിട്ട്. അപ്പോൾ സ്നേഹം അങ്ങോട്ട് കൊടുത്താൽ സ്നേഹം തിരിച്ചു കിട്ടും എന്നതിൻ്റെ തെളിവാണ് ദാണ്ട ഈ മുറത്തിൽ കാണുന്നത്. ഒരു മുറം പച്ചക്കറി നിമിഷ നേരം കൊണ്ട് നമ്മുടെ പറമ്പിലോട്ട് ഇറങ്ങിയാൽ നമുക്ക് വിളവെടുക്കാവുന്ന പച്ചക്കറികൾ. ഓരോന്നും നട്ടിട്ട് നമ്മൾ മഴയാണ് വെയിലാണെന്നും പറഞ്ഞിട്ട് വീട്ടിനകത്തിരുന്നാൽ ഇതേപോലെ നമുക്ക് പച്ചക്കറി കൃഷിയൊന്നും അതിൽ നിന്ന്
വിളവ് നമുക്ക് കിട്ടത്തില്ല. തീർച്ചയായിട്ടും നമ്മളെന്തോ വേണം, അവരെ സ്നേഹിച്ചെങ്കിൽ മാത്രമേ തീർച്ചയായിട്ടും അവർ നമ്മളെയും തിരിച്ച് സ്നേഹിക്കുകയുള്ളൂ. അവർക്ക് വേണ്ടതായ വളങ്ങളൊക്കെ കൊടുത്തെങ്കിൽ മാത്രമേ, പിന്നെ അത് മാത്രമല്ല അവരെടുത്ത് ഇടയ്ക്കിടയ്ക്ക് ചെന്ന് അവരോടൊന്ന് തൊട്ട് തലോടി ഒന്ന് വർത്തമാനം പറഞ്ഞ് അവരോടൊന്ന് എല്ലാവരുടെയും അടുത്തൊക്കെ ഇങ്ങനെ ചെന്ന് അവർ ആ ഇലയിലൊക്കെ ഒന്ന് തൊടുമ്പോൾ ഉണ്ടല്ലോ, അതൊരു പ്രത്യേക, അവർക്ക് തന്നെ ഒരു പ്രത്യേക സന്തോഷം തന്നെയാണ്. തീർച്ചയായിട്ടും എല്ലാവരും ഇതേപോലെ കൃഷിയും അതുപോലെ പച്ചക്കറി കൃഷികളും പിന്നെ എല്ലാവർക്കും ഇപ്പം പെറ്റ് അനിമൽസിനെ ഒന്നും വളർത്താൻ പറ്റുമെന്ന് വരത്തില്ല. എന്നാലും ടെറസിലോ അല്ലെങ്കിൽ നമ്മുടെ മുറ്റത്തോ എവിടെയെങ്കിലും ബാൽക്കണിയിലോ ഒക്കെ നമുക്ക് ഇതേപോലെ പച്ചക്കറി കൃഷികളും ഗാർഡനും ഒക്കെ ചെയ്യാവുന്നതാണ്. കഴിവുള്ളിടത്തോളം, ചെയ്യാൻ പറ്റുന്നിടത്തോളം കാലം നമ്മൾ കൃഷിയും അതേപോലെ തന്നെ ഗാർഡനും അതുപോലെ തന്നെ പെറ്റ് അനിമൽസിനെയൊക്കെ വളർത്താൻ പറ്റുന്നുണ്ടെങ്കിൽ അതും ഒക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. നമ്മുടെ ജീവിതത്തിൽ നമ്മളിങ്ങനെ ഓരോന്ന് ചിന്തിച്ച് നമ്മൾക്ക് ആരുമില്ലല്ലോ, നമ്മൾ ഒറ്റയ്ക്കാണല്ലോ, ഇങ്ങനെ പ്രയാസപ്പെട്ടിരിക്കാതെ ഇങ്ങനെയൊക്കെ ഓരോന്ന് ചെയ്യാനുണ്ടെങ്കിലുണ്ടല്ലോ, നമുക്ക് ആരും നമ്മുടെ വീട്ടിൽ കൂട്ട് വേണമെന്നുമില്ല. നമുക്ക് സ്വന്തമായിട്ട് വളരെ സന്തോഷത്തോടുകൂടി ജീവിക്കാനായിട്ട് സാധിക്കും. ഇപ്പം പല രോഗങ്ങൾ, ശാരീരികമായ ബുദ്ധിമുട്ടുള്ളവരൊക്കെ ഈ കൃഷിയിലൂടെയും അതുപോലെ പച്ചക്കറി കൃഷി അതുപോലെ ഗാർഡൻ ഇതിലൂടെയൊക്കെ തന്നെ വളരെയധികം സന്തോഷം കണ്ടെത്തുന്നുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു കാണുമെന്ന് വിചാരിക്കുന്നു. അപ്പോൾ ഇതേപോലെ നിങ്ങൾക്കും ഗാർഡനും അതുപോലെ തന്നെ പച്ചക്കറി കൃഷിയും ഒക്കെ ചെയ്യണമെന്ന് ആഗ്രഹം കാണും അല്ലേ? വിത്തുകളോ ഗ്രോ ബാഗുകളൊക്കെ കിട്ടാതെ വിഷമിക്കുന്ന കുറേ പേരുണ്ട്. അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് നമ്മൾ വെബ്സൈറ്റൊക്കെ തുടങ്ങിയിരിക്കുന്നത്. www.minisLifestyle.com വിസിറ്റ് ചെയ്യാന്നുണ്ടെങ്കിൽ അപ്പോൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ള വിത്തുകളും ഗ്രോ ബാഗും ഒക്കെ നമ്മുടെ വെബ്സൈറ്റിൽ കൂടെ നിങ്ങൾക്ക് വാങ്ങിക്കാവുന്നതാണ്. അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടു വേണമെന്ന് വിചാരിക്കുന്നു. തീർച്ചയായും നിങ്ങളും ഇതേപോലെയൊക്കെ ചെയ്യാനായിട്ട് ശ്രമിക്കുക. ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവരാണെന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാനായിട്ട് ശ്രമിക്കുക. അതുപോലെ തന്നെ ഫേസ്ബുക്ക് പേജും ഒന്ന് ഫോളോ ചെയ്യാന്നുണ്ടെങ്കിൽ അവിടെയും നിങ്ങൾക്ക് എൻ്റെ വീഡിയോസൊക്കെ യഥാസമയം കാണാൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണുന്നവരെ ഞാൻ മിനി. നന്ദി, നമസ്കാരം.